നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പെട്രോൾ വില കൂട്ടിയതിനെ തുടർന്ന് സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക വിൽപ്പന നികുതി ഇളവ് ചെയ്ത് സർക്കാർ ഉത്തരവായി. ഇതോടെ അർദ്ധരാത്രി മുതൽ പെട്രോൾ ലിറ്ററിന് 70 പൈസ കുറയും. പക്ഷേ നല്ലത് ചെയ്തിട്ടും പ്രതിപക്ഷത്തിന്റെ അരിശം മുഴുവൻ കേരള സർക്കാരിനോടാണ്. തിരുവനന്തപുരത്ത് ഹർത്താൽ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയവർ റോഡിലിറങ്ങിയ KSRTC ബസ്സുകളെല്ലാം എറിഞ്ഞുടച്ചു. കല്ലേറിൽ തലപൊട്ടി ചോരയൊലിച്ചവർ പോലും ആശുപത്രിയിലെത്താൻ വാഹനമില്ലാതെ ബുദ്ധിമുട്ടി. 1.25 കോടിയാണ് ഇന്ന് മാത്രം KSRTCക്ക് നഷ്ടം. ഇടതു നേതാക്കൾ പതിവ് പോലെ ഔദ്യോഗിക വാഹനങ്ങളിലും സ്വന്തം വാഹനങ്ങളിലുമൊക്കെയായി ഉലകം ചുറ്റുകയും ചെയ്തു. ഇതൊക്കെയായിട്ടും അരിശം തീരാഞ്ഞ് തിങ്കളാഴ്ചയും ഹർത്താൽ. ഗതാഗത മന്ത്രി VS ശിവകുമാറും മുൻ ഗതാഗത മന്ത്രിയും MLAയുമായ മാത്യു ടി തോമസും STU ജനറൽ സെക്രട്ടറിയും മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാവുമായ യു പോക്കർ കോഴിക്കോട് സ്റ്റുഡിയോയിൽ ചേരുന്നു. ഒപ്പം MLAയും മുൻമന്ത്രിയുമായ ഡൊമിനിക് പ്രസന്റേഷനെ കൊച്ചി സ്റ്റുഡിയോയിലും തത്സമയം പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ മാത്യു ടി തോമസ്, ഒരുപക്ഷെ പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്ന ഈ സമരം രാഷ്ട്രീയ ലക്ഷ്യം വച്ച് മാത്രമുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയല്ലേ ഇന്ന് ഒരിക്കൽ കൂടി ഹർത്താൽ പ്രഖ്യാപിച്ചതിലൂടെ? ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒരു ഹർത്താൽ പ്രഖ്യാപനം എന്ന് പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയാൻ കഴിയില്ല. വില നിർണ്ണയിക്കാനുള്ള അവകാശം എണ്ണ കമ്പനികൾക്ക് പരിപൂർണമായി നൽകി കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രമുഖ സാക്ഷിയെ പോലെ നിൽക്കുന്ന ഈ ദുരവസ്ഥ അധിക നാൾ തുടരുന്നത് അപകടകരമാണ് എന്നാണ് ഗവൺമെന്റ് ഈ എണ്ണ കമ്പനികളുടെ നടപടി സൂചിപ്പിക്കുന്നത്. തുടർച്ചയായി പെട്രോളിന്റെ വില വർദ്ധിക്കുന്നത് കാരണം സാധാരണക്കാരുടെ ജനജീവിതം വളരെ ദുസ്സഹമായി മാറുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനോട് പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ കൂട്ടായ ഒരു അവസരം എന്ന നിലയിൽ ഈ ഹർത്താലിനെ ജനങ്ങൾ കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മടങ്ങിയെത്താം ശ്രീ മാത്യു ടി തോമസ്. ശ്രീ യു പോക്കർ, ഒരുപക്ഷെ ഇന്ന് പെട്രോളിന്റെ അധിക നികുതി ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭ്യർത്ഥിച്ചത് തിങ്കളാഴ്ച നടത്താനുള്ള വാഹന പണിമുടക്കിൽ നിന്ന് മോട്ടോർ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി പിന്മാറണം എന്നാണ്. മുഖ്യമന്ത്രിയുടെ ആ ഒരു അഭ്യർത്ഥനയെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മുഖവിലേക്ക് എടുക്കുന്നത്? ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 3 തവണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില വർധനമുണ്ടായപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്ന അതിൻ്റെ അധിക വരുമാനം ഉപേക്ഷിക്കുന്ന നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു. ഇത് കേരളത്തിലെ മോട്ടോർ വ്യവസായ രംഗത്തെ സംബന്ധിച്ചിടത്തോളം, ആ രംഗത്തെ തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 കൊല്ലത്തെ നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ, തികച്ചും സ്വാഗതാർഹമായ, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പമെങ്കിലും ആശ്വാസം പകരുന്ന ഒരു നടപടിയാണ്. ആ നടപടിയെ ഞങ്ങൾ അങ്ങേയറ്റം മാനിക്കുന്നു, അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു സമരമല്ല ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിനെതിരായിട്ടുള്ള ഒരു സമരമാണ് എന്നതാണ് ഇതിൻ്റെ വ്യത്യാസം. ശ്രീ മാത്യു ടി തോമസ്, ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ ഇടതു സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ 16 തവണ പെട്രോളിന് വില കൂടിയ കാലഘട്ടത്തിൽ ഒരു തവണ മാത്രമാണ് അധിക നികുതി ഒഴിവാക്കാനായി അന്നത്തെ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു ഭരണത്തിന് നേതൃത്വം നൽകിയിരുന്ന കക്ഷികളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ദ്രോഹം നൽകിക്കൊണ്ട് നിരന്തരമായി സമരം, അതും ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഉപകാരം ജനങ്ങൾക്ക് നൽകിയ സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള സമരമായി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പ്രത്യേകിച്ച് സമരം അക്രമ സമരമായി മാറുന്ന പശ്ചാത്തലത്തിൽ? ശ്രീ മാത്യു ടി തോമസ്, ഹലോ, അങ്ങയോടായിരുന്നു. തീർച്ചയായും ഇവിടുത്തെ ജനങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിവതുപോലെ ശ്രമിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ അക്രമ സമരത്തിന്റെ കൂടി വഴിയിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം നീങ്ങുന്നത് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സമരങ്ങൾ വ്യക്തമാക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരം അക്രമാസക്തമാകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, എന്റെ പാർട്ടിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് KSRTC ബസ്സുകൾ എറിഞ്ഞുടക്കിയ വഴി KSRTCക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുടെയാണ് ഞാൻ. പക്ഷേ പ്രശ്നങ്ങളിൽ സമരം ചെയ്യാനുള്ള അവകാശം അത്
ഏറ്റവും രൂക്ഷമായി സമാധാന മാർഗത്തിലൂടെ കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കാൻ ഹർത്താല് ഒരു അവസരമാക്കി ഉപയോഗിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ കൂട്ടായി തയ്യാറാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശ്രീ വി എസ് ശിവകുമാർ ഗതാഗത മന്ത്രി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ വി എസ് ശിവകുമാർ, ഒരുപക്ഷെ ഇന്ന് അങ്ങ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, 1.25 കോടി രൂപയുടെ നഷ്ടം KSRTCക്ക് മാത്രം ഇന്നത്തെ തലസ്ഥാനത്തെ മാത്രം ഹർത്താൽ കൊണ്ട് സംഭവിച്ചിരിക്കുന്നു. എന്നിട്ടും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികൾ, ഒപ്പം BJP, ഒപ്പം വാഹന പണിമുടക്ക്, വാഹന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായി പെട്രോൾ വില വർധനവിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഇത്രയധികം പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചതിൽ എല്ലാവർക്കും പ്രയാസമാണ്. പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരത്തിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്നത് അത് രേഖപ്പെടുത്തേണ്ടതാണ്. പക്ഷേ ഇതൊരു സമരം എന്ന് പറയുന്നത് എല്ലാം തകർത്തുകൊണ്ട് ഒരു സമര പരിപാടി, അത് ഗവൺമെന്റിന്റേതായിട്ടുള്ള KSRTC ബസ്സുകൾ, പൊതുവായിട്ടുള്ള പൊതു സ്ഥാപനങ്ങളെയൊക്കെ അടിച്ച് തകർത്തുകൊണ്ടുള്ള ഒരു സമരം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഒരു നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഇത് എല്ലാത്തിനെയും വെല്ലുവിളിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനം ആണ് ഇന്നത്തെ ഈ സമരത്തിൽ കണ്ടത്. ഒരു ജില്ലയിൽ മാത്രം, തിരുവനന്തപുരം ജില്ലയിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇപ്പോ ഇന്നലെ പെട്രോളിന്റെ വില വർധനവുമായി ബന്ധപ്പെട്ടുണ്ടായ സമരങ്ങളുടെ പേരിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഹർത്താൽ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 15 ബസ്സുകൾ അടിച്ചു തകർത്തിരിക്കുകയാണ്. ആ ബസ്സുകൾ, അതിന്റെ ഹർത്താലിന്റെ നഷ്ടം എന്ന് പറയുന്നത് 1.25 കോടി രൂപയോളം KSRTCക്ക് വരുമാന നഷ്ടമുണ്ട്. 15 ബസ്സുകൾ അടിച്ചു തകർത്ത് ഏകദേശം ഒരു 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ട്. 1,12,000 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം കിളിമാനൂർ ബസ് സ്റ്റാൻഡിൽ 6 മണി വരെ ഹർത്താലുള്ളൂ. 6 മണിക്ക് ശേഷം 7 മണിയോടുകൂടി ഇവിടെ സമരാനുകൂലികൾ കിളിമാനൂർ ഡിപ്പോയുടെ പുറത്ത് നിന്നുകൊണ്ട് ബസ്സിന് ഇറങ്ങി ഒരു ബസ് അവിടെ തകർക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു വിനാശകരമായ ഒരു സമീപനമാണ്. ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി ഈ ബസ്സിനെ ആക്രമിക്കുക, ബസ്സുകൾ അടിച്ചു തകർക്കുക എന്നുള്ള ഒരു സമീപനം സമര രംഗത്ത് നിൽക്കുന്ന ആളുകൾക്കുണ്ടായിരുന്നില്ല. അത് LDF ആയിരുന്നാലും ശരി, UDF ആയിരുന്നാലും ശരി. ഞാൻ ഓർമ്മിക്കുന്നത് 2000 കാലഘട്ടത്തിൽ 2001-ലോ 2002-ലോ ആണ്. അന്ന് ബഹുമാനായ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അസംബ്ലിയിൽ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച വരികയും അന്ന് പ്രതിപക്ഷ ഉപനേതാവായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഈ ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് നേരെയുള്ള ഈ ആക്രമണം അത് അവസാനിപ്പിക്കണം, എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം തന്നെ അന്ന് പ്രസംഗിക്കുകയും LDF ആ സമരത്തിന് മുന്നോട്ട് പോകില്ല എന്ന് പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സുകളെ ആക്രമിക്കുന്ന, അടിച്ചു തകർക്കുന്ന, സമരാനുകൂലികളെ എറിഞ്ഞു തകർക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഈ പ്രാവശ്യം ഇന്നത്തെ സമരത്തിൽ ഈ ജില്ലയിൽ മാത്രം 15 ബസ്സുകളാണ്. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അങ്ങ് ലൈനിൽ തുടരണം. ശ്രീ മാത്യു ടി തോമസ്, അങ്ങും ഒരുപക്ഷെ KSRTCയുടെ മോഡേണൈസേഷന്റെ ഒക്കെ കാര്യത്തിൽ KSRTC ലാഭകരമാക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ പ്രവർത്തിച്ച ഗതാഗത മന്ത്രിയായിരുന്നു. അങ്ങുകൂടി ഉൾപ്പെട്ട ഇടതുമുന്നണി ഇന്നും ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു. ഹർത്താലിന്റെ സമയം കഴിഞ്ഞതിന് ശേഷവും ഇന്ന് തിരുവനന്തപുരത്ത് കിളിമാനൂരിൽ KSRTC ബസ് അടിച്ചു തകർക്കുന്നു, പൊതുവാഹനങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. അപ്പോഴും ഇന്ന് LDF കൺവീനർ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് സ്വാഭാവികമായ പ്രതിഷേധത്തിന്റെ ഭാഗം അത് പല വിധത്തിൽ ഉണ്ടായേക്കും, അത് വളരെ കർശനമായ രീതിയിൽ വരെ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഇത് അണികൾക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്, ഒരു നെഗറ്റീവ് സന്ദേശം. അത് പ്രശ്നമാവുകയില്ലേ എന്നുള്ളതാണ് ചോദ്യം. ഒരു വലിയ സമരം ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ സ്വാഭാവികമായി ജനങ്ങളുടെ നെഗറ്റീവ് പ്രതിഷേധത്തിന് കാരണമാവുകയില്ലേ? സമരം ചെയ്യാനുള്ള ആഹ്വാനം അക്രമം നടത്താനുള്ള ആഹ്വാനമായിട്ട് ആരും ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് സമരത്തിനും ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് KSRTC ബസ്സുകൾ എന്നൊരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. സർക്കാരിന്റെ ഒരു പ്രതീകമായ ആളുകൾ ആദ്യം കാണുന്നത് KSRTC ബസ്സാണ്. കേന്ദ്ര ഗവൺമെന്റ് വികലമായ നയം സ്വീകരിച്ചാലും KSRTC ബസ്സും KSRTCയുടെ തൊഴിലാളികളും അക്രമത്തിനിരയാകുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ട്. അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആളുകൾ, ദാരിദ്ര്യരേഖയിലുള്ളവരും ഇടത്തരക്കാരുമായ ആളുകൾ യാത്ര ചെയ്യുന്ന ബസ്സിന് നഷ്ടം വരുത്തിക്കൊണ്ട് ഒരു ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അത്തരം പ്രവണതകളോട് ഞാനും എൻ്റെ പാർട്ടിയും ഒരു തരത്തിലും യോജിക്കുന്നുമില്ല.
പക്ഷേ അങ്ങുകൂടി ഉൾപ്പെടുന്ന ഇടതുപക്ഷ സംവിധാനം, ആ സംവിധാനത്തിൻ്റെ മുഖ്യ കക്ഷികൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അതിൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന അക്രമം ഈ നാടിൻ്റെ പൊതുമുതലിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിനെതിരെ സ്വാഭാവികമായി തന്നെ ഒരു പ്രതിഷേധം ഉയർന്നു വരേണ്ടതല്ലേ? അക്രമത്തിനെതിരെ പ്രതിഷേധം ഉണ്ടാകണം. പ്രത്യേകിച്ച് KSRTCയുടെ ബസ്സുകൾ, അതിലെ തൊഴിലാളികൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി എല്ലാവരും യോജിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലയിൽ എല്ലാ സമരങ്ങളുടെയും ആദ്യത്തെ ടാർഗറ്റായി KSRTC ബസ് മാറുന്നത് ഒരു അപകടകരമായ പ്രവണത തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. KSRTC ബസ്സുകൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. പൊതുജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഭരണകക്ഷിക്കും മന്ത്രിക്കുള്ള ഉത്തരവാദിത്വം പോലെ തന്നെ ജനങ്ങളുടെയും തൊഴിലാളികളുടെയും എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് KSRTC ബസ്സുകൾ, സാധാരണക്കാരന് യാത്രാ സൗകര്യം ഒരുക്കുന്ന ബസ്സുകൾ സംരക്ഷിക്കണമെന്നുള്ളത് എന്നാണ് എന്റെ വിശ്വാസം. ശ്രീ VS ശിവകുമാർ, ഒരുപക്ഷെ തിങ്കളാഴ്ചയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇടത് കക്ഷികളോടൊപ്പം തന്നെ മോട്ടോർ വാഹന തൊഴിലാളികളുടെ പണിമുടക്കുമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി ഈ അധിക നികുതി ഒഴിവാക്കിക്കൊണ്ട് അഭ്യർത്ഥിച്ചത് സമരത്തിൽ നിന്ന് പിന്മാറണമെന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു സൂചനയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യം ചെയ്തിരിക്കുകയാണ്. ഒരു ലിറ്ററിന് 70 പൈസ വെച്ച് കുറച്ച് സംസ്ഥാന ഗവൺമെന്റിന് ഏകദേശം 108 കോടിയോളം രൂപ ഇക്കാര്യത്തിൽ നഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുത്തു. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ പെട്രോളിന്റെ വില വർധന കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇതിനകത്ത് യോജിക്കുന്നില്ല. പക്ഷേ ഈ കാര്യത്തെ സമരം പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ജനങ്ങൾക്ക് ഏറ്റവും ഒരു പ്രയാസകരമായ ഒരു സാഹചര്യം പെട്രോൾ വില വർധനവിൽ വരുമ്പോൾ അതിനെതിരായിട്ടൊരു സമരം സംഘടിപ്പിച്ച് അത് ഒരു നാശോന്മുഖമായ പ്രവർത്തനത്തിലേക്ക് പോകുന്നത്, അത് ജനങ്ങൾ അതിനെ ശക്തമായി പ്രതികരിക്കുമെന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. കാരണം ഈ KSRTC എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് ശ്രീ മാത്യു ടി തോമസ് സംസാരിച്ചതുപോലെ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഈ രംഗത്ത് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന 3 മാസങ്ങൾക്കുള്ളിൽ 10 കോടിയോളം രൂപ വർദ്ധിപ്പിക്കുക, നഷ്ടം കുറയ്ക്കാൻ കഴിഞ്ഞു. വരുമാന വർധന 10 കോടിയോളം രൂപ വന്നു. പിന്നെ അതിനകത്ത് ഈ ഷെഡ്യൂളുകൾ റീഷെഡ്യൂൾ ചെയ്തത്, എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് കുറച്ച് ലാഭം വന്നു. അങ്ങനെ ഒരുവിധം ഇത് കരകയറി വരാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷെ ഇത് ബസ്സുകൾ അടിച്ചു തകർത്താൽ ഇത് പൊതുജനങ്ങളുടെ വകയാണ്. അത് മനസ്സിലാക്കണം. നമ്മുടെ ഇത് നശീകരണ പ്രവർത്തനങ്ങളുമായി വരുന്ന ആളുകൾ, പാവപ്പെട്ട 10-30,000-ഓളം വരുന്ന തൊഴിലാളികളുടെ ജീവിത പ്രശ്നമാണിത്. അപ്പോൾ അതുകൊണ്ട് സമരം ഏത് രീതിയിലും സമരം നടത്താം. സമരം നടത്തുന്നതിന് ഒരു ജനാധിപത്യ സംവിധാനം എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ ഈ KSRTC ബസ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു മുഖമാണെന്ന് പറഞ്ഞ് കാണുന്ന മുഴുവൻ അടിച്ചു തകർക്കുക. ഒരു ജില്ലയിൽ തന്നെ ഇന്ന് സമരം കഴിഞ്ഞതിന് ശേഷവും കിളിമാനൂർ ഡിപ്പോയിൽ കയറി അടിച്ചു തകർക്കുക. 15ഓളം ബസ്സുകൾ ഒരു ജില്ലയിൽ. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല. ഈ ഒരു സമരമുറ തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇവിടെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ കാര്യത്തിൽ എല്ലാവരുടെയും മനസ്സൊന്നാണ്. വില വർദ്ധിപ്പിക്കരുത് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഗവൺമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവൻ ഏറ്റവും ആത്മാർത്ഥമായ സമീപനം എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് മുഖ്യമന്ത്രി ഫൈനാൻസ് മിനിസ്റ്റർ തലത്തിലായിരുന്നിട്ട് പോലും അദ്ദേഹവുമായി സംസാരിച്ച് ആ കാര്യത്തിലൊരു തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ അത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെന്റ് എടുത്ത സ്വാഗതാർഹമായ ഒരു നിലപാടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളണം. ഈ KSRTC ബസ്സിനെ അല്ലെങ്കിൽ പൊതു സ്ഥാപനങ്ങളെ തകർക്കുവാനുള്ള ഒരു സമീപനം സമരക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ അവസരത്തിൽ വയ്ക്കാനുള്ളത്. ശ്രീ VS ശിവകുമാർ തുടരണം. ഇപ്പോൾ